ഹായ്. വേട്ടക്കാർ സംരക്ഷകരായി വഴിമാറിയ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കഥ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. റീസെൻ്റ്ലി നമ്മൾ കണ്ടൊരു വാർത്തയാണ്, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റായ അരുണാചൽ പ്രദേശിൽ പുതിയ 1-2 ജില്ലകൾ കൂടി വന്നിരിക്കുന്നു. അങ്ങനെ 26ാമത്തെയും 27ാമത്തെയും ജില്ലകൾ വന്നു. അപ്പോൾ 26ാമതായിട്ട് വന്ന ജില്ലയുടെ പേര് കെയ് പാന്യോർ എന്നാണ്. അപ്പോൾ ഈ ജില്ല രൂപീകരിച്ചിരിക്കുന്നത് നിലവിലുള്ള അരുണാചൽ പ്രദേശിലെ ലോവർ സുബൻസിരി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇനി 27ാമത്തെ ജില്ലയായിട്ട് വന്നിരിക്കുന്നത് ബിച്ചോം എന്ന് പറയുന്ന ജില്ലയാണ്. അപ്പോൾ ഈ ജില്ല വെസ്റ്റ് കാമങ്, ഈസ്റ്റ് കാമങ് എന്നീ പറയുന്ന 2 ജില്ലകളുടെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു കാണും. ഈ ബിച്ചോം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിന് ഈ പേര് കിട്ടാൻ കാരണം ബിച്ചോം എന്ന് പറയുന്ന ഒരു നദിയാണ്. ആ നദിയുടെ പേരിൽ നിന്നാണ് ഈ ഒരു ജില്ലയ്ക്ക് ഈ പേര് കിട്ടിയിരിക്കുന്നത്. വളരെ ചെറിയൊരു ജില്ലയാണ് ഈ ബിച്ചോം. ഇനി നേരെ കെയ് പാന്യൂറിലേക്ക് വരികയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ചധികം വാർത്തകൾ വെളിയിലേക്ക് വന്നത്. അപ്പോൾ ഈ കെയ് പാന്യൂറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജില്ല രൂപീകരിച്ചിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക എത്തനിക് ഗ്രൂപ്പിൻ്റെ താല്പര്യപ്രകാരമാണ്. അവരുടെ പേര് നീഷി ട്രൈബ് എന്നാണ്. അവർ ഈ അരുണാചൽ പ്രദേശിലെ ഏറ്റവും വലിയ എത്തനിക് ഗ്രൂപ്പുകളിൽ ഒരെണ്ണമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എത്തനിക് ഗ്രൂപ്പാണ്. ഈ കമ്മ്യൂണിറ്റി ഒരുപാട് കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി ഒരു ജില്ല. അങ്ങനെയാണ് ഇപ്പോൾ കെയ് പാന്യൂർ രൂപവൽക്കരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നീഷി ട്രൈബിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥ. ഇവർ വലിയ വേട്ടക്കാരായിരുന്നു. വേട്ടക്കാരെന്ന് പറയുമ്പോൾ ഒരു ഹണ്ടർ ഗ്യാദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ ഇവർ നിരന്തരമായിട്ട് ഈ ഹോൺബിൽ എന്ന് പറയുന്ന പക്ഷിയെ നമുക്കറിയാമല്ലേ, അതിമനോഹരിയായിട്ടുള്ള വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷി. അപ്പോൾ ഇതിനെ നിരന്തരം ഇവർ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇവർ വേട്ടയാടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇവർക്കൊരു ഹെഡ് ഗിയർ ഉണ്ട്. അതായത് ഒരു തലപ്പാവ് അല്ലെങ്കിൽ കിരീടം എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ പക്ഷിയുടെ ബീക്ക്, ഇതിൻ്റെ കൊക്കാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം വേട്ടയാടുന്നു. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ഇടപെട്ടാണ്. കാരണം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ച് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പ്രകാരം സംരക്ഷിക്കപ്പെട്ടുള്ളൊരു പക്ഷിയാണ്. അപ്പോൾ അതിനെ വേട്ടയാടാൻ പാടില്ല. അപ്പോൾ ഗവൺമെൻറ് പലതരം ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇത് തുടർന്നു. മാത്രമല്ല, ഈ പക്ഷിയുടെ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഓയിൽ പെയിൻ റിലീഫിന്, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ വേട്ടയാടുന്നു. ഇനി കുറച്ച് ആൾക്കാർ മാംസത്തിന് വേണ്ടി വേട്ടയാടുന്നു. അങ്ങനെ പല രീതിയിൽ ഈ പക്ഷിയുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുന്നതിന് കാരണമായി. അപ്പോൾ ഗവൺമെൻറ് ഒരുപാട് തരത്തിൽ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ വൃഥാവിലാകുന്നു. ആ സമയത്താണ് പുതിയൊരു ഐഡിയയുമായിട്ട് അരുണാചൽ പ്രദേശ് ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ ഇവർ ഈ പക്ഷിയുടെ കൊക്കാണല്ലോ ഇവർക്ക് ആവശ്യം, ഇവരുടെ കിരീടം അല്ലെങ്കിൽ ഇവരുടെ തലപ്പാവ് അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് ഫൈബർ ഗ്ലാസ്സിൽ നിർമ്മിച്ച ഒരുപാട് കൊക്കുകൾ, ബീക്കുകൾ ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ തുടങ്ങി. അവർക്ക് വലിയ സന്തോഷമായി. കാരണം മുമ്പ് കിട്ടിയിരുന്നതിനേക്കാളും ഭംഗിയുള്ള പല നിറത്തിലൊക്കെയുള്ള ഈ ബീക്കുകൾ കിട്ടാൻ തുടങ്ങി. അവരത് വെക്കാൻ തുടങ്ങി. പിന്നീട് പയ്യെ ഇവരെ ബോധവൽക്കരിക്കാൻ തുടങ്ങി. ഈ പക്ഷിയെക്കുറിച്ച്, അതിൻ്റെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ മോണോഗമിയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഇവർക്ക് ഈ പക്ഷിയോടുള്ള ആ ഒരു വേട്ടയാടുന്ന മനോഭാവത്തിൽ നിന്ന് മാറി ഒരു ആരാധനയായി മാറി. അങ്ങനെ ഇവർ നിരന്തരം ഈ പക്ഷികളുടെ കൂടുകളും പക്ഷികൾ ഭക്ഷണം തേടുന്ന പ്രദേശങ്ങളും അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും സംരക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ വേട്ടക്കാരായിരുന്ന നീഷി ട്രൈബ് അല്ലെങ്കിൽ ഈ നീഷി പീപ്പിൾ ഈ പറഞ്ഞ പക്ഷികളുടെ സംരക്ഷകരായി മാറി. ഏറ്റവും അവസാനം ഈ ആരാധന അങ്ങനെ മുമ്പോട്ട് പോയി അതൊരു ഉത്സവമായി മാറി. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും പക്കെ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ. ഈ നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അരുണാചൽ പ്രദേശിലെ പക്കെ ടൈഗർ റിസർവ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നീഷി കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാർ നടന്ന ഒരു ഉത്സവമാണ് പക്കെ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെ ഒട്ടനേകം ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറിലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു സ്ഥലമാണല്ലേ. ഈ സ്ഥലത്ത് ഇത്തരത്തിൽ നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പക്ഷി മൃഗാദികളുമായിട്ടൊക്കെ ചേർന്നിട്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് നല്ലൊരു സംസ്കാരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനും അതുവഴി നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഒരു നല്ല സന്ദേശം നൽകുന്നതിനും ഈ കഥയും ഈ സംഭവങ്ങളും കാരണമായി തീരട്ടെ എന്നാഗ്രഹിക്കുന്നു. താങ്ക് യു.